CMRL വീണ വിജയൻ്റെ എക്സാലോജിക്ക് കൊടുത്ത 2,78,00,000 രൂപ മുഹമ്മദ് റിയാസിൽ കൂടെ കടന്നുപോയി എന്നാണ് ഇപ്പം വരുന്ന ചില വാർത്തകൾ. മുഹമ്മദ് റിയാസിൻ്റെ വീട് കോഴിക്കോട് റെയ്ഡ് ചെയ്തിരുന്നു. കണ്ണൂര് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കുടുംബ വീട് റെയ്ഡ് ചെയ്തിരുന്നു. അദ്ദേഹം വാടകയ്ക്ക് താമസിച്ച പാളയത്തെ ആ വീട്ടിലും റെയ്ഡ് നടത്തിയിരുന്നു ED. സൈമൾട്ടേനിയസ് ആയിട്ട് 10-12 സ്ഥലങ്ങളിൽ റെയ്ഡ് നടന്നു. ഇപ്പം 2,78,00,000 രൂപ വീണയുടെ എക്സാലോജിക്കിൻ്റെ അക്കൗണ്ടിൽ വന്നിട്ട് ആ പണം എങ്ങോട്ട് പോയി എന്ന് ED ചോദിച്ച ചോദ്യത്തിന് വീണ വിജയന് തൃപ്തികരമായി മറുപടി പറയാനില്ല. വീണ വിജയൻ്റെ അതുപോലെ മുഹമ്മദ് റിയാസിൻ്റെയും വിവാഹം നടന്നത് 2020 ജൂണിലാണ്. 2017 മുതൽ 2020 വരെയാണ് CMRL പണം കൊടുത്തത്. അപ്പോൾ വിവാഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണം വന്നിട്ടുണ്ടാവാം. വീണ വിജയനും മുഹമ്മദ് റിയാസും പല വിദേശ രാജ്യങ്ങളും സർക്കിട്ട് പോയിട്ടുണ്ട്. ദുബായ്, സൗദി അറേബ്യ, അബുദാബി, UAE, അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ, USA, പല സ്ഥലങ്ങളിൽ അവർ ടൂർ പോയി. ആ പോയ സന്ദർഭത്തിൽ ധാരാളം പണം ചിലവായിട്ടുണ്ട്. അതൊക്കെ ഈ 2,78,00,000 കൂടെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പണം എങ്ങനെയാണ് ഇവർക്ക് ലഭിച്ചത്? കോടിക്കണക്കിന് രൂപ ചിലവ് വന്നിട്ടുണ്ടാവും ആ ടൂറുകൾക്കൊക്കെ. അപ്പോൾ അതിൽ വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ കറൻസി വേണം. ഡോളർ എല്ലായിടത്തും അക്സെപ്റ്റബിളാണ്. അപ്പോൾ ഈ 2,78 കോടി രൂപ അതിൽ നല്ലൊരു ശതമാനവും ഡോളറായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ EDയുടെ കേസിൻ്റെ അന്വേഷണം അത് അപ്രൈറ്റ് ആയിട്ടുള്ളൊരു അന്വേഷണം തന്നെയാവും. കാരണം വിദേശ ഫണ്ട് അല്ലെങ്കിൽ വിദേശ കറൻസി ഇവർ കൂടുതൽ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അറിയാതെ ചിലവാക്കി എന്നുള്ളതാണ്. അപ്പോൾ അത് കൺവേർഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് കുറ്റകരമാണ്. ഗവൺമെൻറ് അനുമതി ഇല്ലാതെ വിദേശ രാജ്യങ്ങളിൽ ഇവിടുത്തെ ഏതെങ്കിലും ഏജൻസിയിൽ നിന്ന് അത് ഡിക്ലെയർ ചെയ്ത് നമുക്ക് കറൻസി ഡോളറായിട്ട് കൺവേർട്ട് ചെയ്യാം. പക്ഷേ അതിന് വഴിപ്പെടാതെ വിദേശ രാജ്യങ്ങളിൽ തന്നെ ആ പണം ലഭ്യമാക്കുന്ന ധാരാളം ആൾക്കാർ ഇവിടെയുണ്ട്, വിദേശങ്ങളിലുണ്ട്. ഇന്ത്യയിൽ നിന്ന് എത്ര വേണേലും ഹൂണ്ടി പണമോ അല്ലെങ്കിൽ അത് കള്ളക്കടത്തായിട്ടോ ദുബായിലോ അബുദാബിയിലെ പണം എത്തും, അവിടുത്തെ കറൻസി അല്ലെങ്കിൽ ഡോളർ ഇവിടെ എത്തും. അങ്ങനെയുള്ള സംവിധാനം രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെത്ര സ്ട്രിക്റ്റായിട്ട് പിടിച്ചാലും ശരി, ഇതൊക്കെ കലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മുഹമ്മദ് റിയാസ് 2,78,00,000 രൂപയിൽ എത്ര രൂപയുടെ വിദേശ പണം ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട്? ഇല്ല എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പം അതിലെന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകൾ 2, 3, 4 അക്കൗണ്ടുകളുള്ളത് ആ വിവരങ്ങളും ED കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള മണി ട്രാൻസാക്ഷൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും CMRL 2019 മുതൽ 2020 വരെ അനധികൃത ഏകദേശം ആ ഒരു 4 വർഷക്കാലത്ത് അവിടെ കരിമണൽ ഖനനം നടത്തിയിട്ടുണ്ട് അനധികൃതമായിട്ട്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 2019 അത് നിരോധിച്ച ശേഷവും സ്റ്റേറ്റ് ഗവൺമെൻറ് അനുമതിയോടുകൂടി 4 വർഷം 2023 വരെ കരിമണൽ ഖനനം നടത്തി 1,600ഓളം കോടി രൂപ അതിനകത്ത് ലഭിച്ചു എന്നാണ് വരുന്ന വാർത്തകൾ. അപ്പോൾ അതിന് അനുമതി കൊടുത്തതിന് ഒരു പ്രതിഫലനമാണോ ഈ 2,78,00,000 രൂപ? പല പ്രസക്തമായ ചോദ്യങ്ങളും പലരും സോഷ്യൽ മീഡിയയിലും TV-യിലും പ്രിൻ്റ് മാധ്യമത്തിലുമൊക്കെ നമ്മൾ കണ്ടു. ഈ എന്ത് പർപ്പസിനാണ് 2,78,00,000 രൂപ ഒരു സേവനവും ചെയ്യാതെ വീണ വിജയൻ്റെ അക്കൗണ്ടിലേക്ക് CMRL നിന്ന് വന്നത്? അത് പ്രസക്തമായ ചോദ്യം ആണെങ്കിലും ആ വന്നത് അവർ തന്നെ ചിലവാക്കിയെങ്കിൽ അതിനകത്തൊരു ഒരു കുറ്റം ആരോപിക്കാൻ ഇപ്പം കഴിയില്ല. പക്ഷേ ആ പണം അവരുടെ അക്കൗണ്ടിൽ നിന്ന് വേറൊരാളുടെ അക്കൗണ്ടിൽ പോവുകയോ മറ്റൊരാൾ അത് റിസീവ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറ്റകരമാണ്. അപ്പോൾ അത്
മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ അതിനകത്ത് കൈ കടത്തിയിട്ടില്ല, അതിനകത്ത് കൈ ശുദ്ധമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം 10-16 വർഷമായിട്ട് അദ്ദേഹം ഈ രംഗത്ത് ഈ പണം കൈകാര്യം ചെയ്യുന്ന രംഗത്ത്, അത് പാർട്ടി ഫണ്ടായാലും ശരി അല്ലാതെ ആയാലും ശരി, അദ്ദേഹത്തിന് ധാരാളം എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇങ്ങനെയുള്ള നിയമവിരുദ്ധമായ ട്രാൻസാക്ഷൻ അദ്ദേഹം മുഖേന നടത്താനുള്ള സാധ്യത കുറവാണ്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ അഡ്വൈസേഴ്സും ഒക്കെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അദ്ദേഹത്തിന് അനുകൂലമായി അദ്ദേഹത്തിന് ഒരു കുറ്റം ചാർത്താത്ത രീതിയിൽ ഈ കൈകാര്യം ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തോട് തനിക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല എന്ന് അദ്ദേഹം കൂടെ പറയുകയും, അതോടൊപ്പം തന്നെ വീണ വിജയൻ അതിന് ഉത്തരം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. കാരണം വീണ വിജയന് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നത്, തൻ്റെ ഭർത്താവോ തൻ്റെ പിതാവോ ആ പണം എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവരാണ് എടുത്തതെന്ന് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ പണം എങ്ങോട്ട് പോയെന്ന് ഏകദേശം ഒരു ധാരണ ഇഡിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. അത് സാധ്യത അവരുടെ ഹസ്ബൻഡായ മുഹമ്മദ് റിയാസി കൂടെ ആയിരിക്കാനാണ് സാധ്യത. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇഡിയുടെ അടുത്ത നീക്കം അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യും. കർത്തായെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടുപേരെ ഇരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് മുഹമ്മദ് റിയാസിനെ സമൻ ചെയ്ത് ചോദ്യം ചെയ്യും. അതോടൊപ്പം തന്നെ വീണ വിജയനെയും ചോദ്യം ചെയ്യും. അതിനുശേഷം വീണ്ടും കർത്തായെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാൻ എന്ന് ഞാൻ കരുതുന്നു.